നമ്മൾ എത്ര സ്പീഡിലാവാൻ നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ലുലു മോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാവേ. ഇതൊക്കെ രണ്ടിടത്ത് സെയിം വണ്ടി ഇല്ലേ, 2 ജീപ്പ്. ആ ഇവിടെ ഉണ്ട്. എന്തോ ജീപ്പിന്റെ സംസ്ഥാന സമ്മേളന. ഒരു വിലയില്ല പഴയതുപോലെ ജീപ്പിന്. നല്ല മഴയുടെ ലക്ഷണം കാണുന്നുണ്ടല്ലോ വെച്ചാ. പെരുവണ്ടിയില്ലയോ ഗൈസ്. അങ്ങനെ ഞങ്ങള് മുകളിലെത്തിയിരിക്കുന്നു. പുറത്ത് നല്ല മഴ. ഇപ്പം നമ്മൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ. മുമ്പ് ഈ റൂട്ടല്ലായിരുന്നു, വേറൊരു റൂട്ടായിരുന്നു പോകുന്നത്. ഇപ്പം പക്ഷേ വേറൊരു റൂട്ട്. നൈസ് വെച്ചാ ലൈറ്റൊക്കെ ഇട്ടിട്ട് പൊളി. നമുക്ക് സൈഡില് ഇവിടെ നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നത്. പൊടി അച്ഛാ ഡിക്കി ഓപ്പൺ ചെയ്യൂ. ബോംബ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. വരില്ല. ഏത് മോളിൽ പോയാലും ഈ നിൽക്കുന്ന ഈ സെക്യൂരിറ്റിമാരെല്ലാവരും പറയുന്നയാ, നേരെ പോകൂ നേരെ പോകൂ കേട്ടോ, നേരെ പോകൂ. ഓക്കെ ചേട്ടാ, ഞങ്ങൾ നേരെ പോവാണ്. ചേച്ചി മാറിക്കോ. സൈഡ് ഒതുക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്കുന്ന പില്ലർ നമ്പറാണ് B1007. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ കാർ എടുക്കാൻ വരും. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി 3ാമത്തെ ഫ്ലോറിൽ ഇറങ്ങി. അവിടെ നോക്കിയപ്പോൾ ഫുഡ് കോർട്ടായിരുന്നു. പിന്നൊന്നും വിചാരിച്ചില്ല, എന്തെങ്കിലും ഒന്ന് തട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ചിക്കിങ്ങിലോട്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ചിക്കിങ്ങിൽ കയറിയിട്ടാണെങ്കിൽ ചിക്കൻ്റെ കുറച്ച് കോംബോ മേടിച്ചു. നൈസ് ചെയറല്ലേ. അപ്പം നമ്മുടെ ടോക്കൺ നമ്പർ എന്ന് പറയുന്നത് 0022 ആണ്. അപ്പം കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റൂ. അപ്പം ഞങ്ങളിങ്ങനെ കട്ടപ്പുറത്ത് ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിറാഫിൻ്റെ വേഷം ധരിച്ച ഒരാളവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ അതൊക്കെ കാണിച്ചു കൊടുത്തു. ഓരോ കുഞ്ഞുങ്ങളൊക്കെ അവിടെ പോയി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. BBQ ഫെസ്റ്റാ മുമ്പും ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ. അതാണ്ട് ഇതിൽ പറഞ്ഞ മറ്റേ ജനലിനകത്ത് തൂക്കിയിടുന്നു പറഞ്ഞേ. നോക്കുന്ന റേറ്റ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. മേടിക്ക്, കുറേ നാളായിട്ട് പറയുന്നതല്ലേ. ഇതാ ഇതൊക്കെ ഡിസൈനിലുണ്ട്. കുഞ്ഞു നോക്ക്, ചെടി പൂവൊക്കെ നോക്ക്. ആഹാ, ഇത് പ്ലാസ്റ്റിക് ആണോ? കണ്ട പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നു. ഇതോ ജമന്തി നോക്ക്, 50 രൂപയ്ക്ക്. ക്യാരറ്റ് ഇതാ ഇവിടെ. ഇത് വെജിറ്റബിൾ സീഡുണ്ട്, മല്ലിയിലയുണ്ട്. ഇതാ കണ്ട, വളരുവോ? അച്ഛാ അതിന് സൂര്യപ്രകാശം വെക്കണ്ടേ? ചീരയുണ്ട്. ഇതാ ചീര, ചുമന്ന ചീര. തക്കാളി ഉണ്ട്, വെണ്ടയ്ക്ക. ആഹാ, നല്ല വെറൈറ്റി ചട്ടികൾ.
ഹൈപ്പർ മാർക്കറ്റിലും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളിങ്ങനെ ട്രോളിയൊക്കെ ഇങ്ങനെ ഉരുട്ടി പോവാണ്. ഒന്നും മേടിക്കുന്നില്ല, മീൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഇപ്പോൾ എൻ്റെ ചുറ്റും ഫുൾ എന്താ പറയുക, ചോക്ലേറ്റ്സും ജ്യൂസും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും മേടിക്കുന്നില്ല. നമ്മൾ നേരെ പോകുന്നത് ഫിഷ് മാർക്കറ്റിലോട്ട്. ഒന്നും വീട്ടാതെ നേരെ ഇങ്ങ് നടക്കണം. ഓക്കെ, ഒത്തിരി നല്ല വെറൈറ്റി ബാഗുകളില്ലേ. ഇതുവഴി പോന്നോ? നമ്മളെപ്പം വന്നാലും ഇത് നോക്കൂല്ലേ. ഈ കാണുന്ന ഫിഷ് മാർക്കറ്റ് കേട്ടോ. അവിടെ വീഡിയോസ് ഒന്നും എടുക്കരുതെന്ന് അവർ പറഞ്ഞു. അത് ഞാൻ മീനിൻ്റെ പടവും നിങ്ങളെ കാണിക്കാതിരുന്നത്. മീൻ മേടിക്കണമെന്ന ലക്ഷ്യത്തോടൊക്കെ പോയതായിരുന്നു. പക്ഷേ അവിടെ മീനിന് ഭയങ്കര പൈസയായിരുന്നു. 500-ൽ താഴോട്ടുള്ള മീനുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പം ഐസ്ക്രീമൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 ഐസ്ക്രീമൊക്കെ മേടിച്ച് സ്പൂണും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ എന്താ പറയുക പാർക്കിംഗ് സൈഡിലോട്ട് പോയി. നമ്മുടെ നമ്പർ എത്രയായിരുന്നു? ഞാൻ അതിനകത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ മുമ്പൊക്കെ നമ്മൾ ഇതേപോലെ ഈ മോളിൽ വരുമ്പോൾ അത് നമ്മൾ ശനിയും ഞായറാഴ്ചയൊക്കെ വരത്തുള്ളൂ. എപ്പോഴും ഒന്നും വരത്തില്ല, വല്ലപ്പോഴും ഒക്കെ തോന്നുവാണെങ്കിൽ വരും. അപ്പോഴൊക്കെ ഇതേപോലെ ഭയങ്കര തിരക്കായിരിക്കും. പാർക്കിംഗ് സൈഡിലായാലും മാളിൻ്റെ അകത്തായാലും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ക്രൗഡായിരിക്കും. ഇപ്പം പക്ഷേ അത്ര ആൾക്കാരൊന്നും ഇല്ല ഇല്ല വെച്ചാൽ അവധി ദിവസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നമുക്കൊരു നൈസ് വണ്ടി ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. പില്ലർ നമ്പർ നമ്മൾ ഓർത്തു വെച്ചാൽ മതി. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി എവിടെ കിടക്കുന്നതെന്ന് നല്ലതായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയെല്ലാം എടുത്ത് അതിനകത്ത് ഇടുന്നത് ഭയങ്കര പാടായില്ലയോ. നല്ല എക്സ്പേർട്ടായ ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങ് കയറ്റി അങ്ങ് ഇട്ടോളൂ. നോക്കേ എത്ര സെക്യൂരിറ്റിയാ നോക്കേ നിക്കുന്നേ. എന്റെ അച്ഛൻ കൊറേ നാളായിട്ട് ആഗ്രഹിച്ച സാധനമായിരുന്നില്ലേ നമ്മളിന്ന് മേടിച്ച ചെടിച്ചട്ടി. നമ്മള് പ്രതീക്ഷിക്കാതെ അതിനകത്തോട്ട് കയറി പോയതല്ലേ. അല്ലെ നമ്മള് കാണത്തുമില്ലായിരുന്നു, മേടിക്കത്തുമില്ലായിരുന്നു. ആ, ഇതെന്തോ ഫെസ്റ്റ് നടക്കുന്നു, അതവര് ഇത്രയും വില. മന്ത്രി, നമ്മള് ദിലീപിന്റെ ഒരു പാട്ട് കേട്ടില്ലായിരുന്നു വെച്ചാ, അത് ഈ മോളി വെച്ചിട്ടല്ലായിരുന്നു ഷൂട്ട് ചെയ്തേ. മന്ത്രി മോൾ. അങ്ങനെ നമ്മള് വീട്ടിലെത്തി. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഓക്കെ, ബൈ ബൈ.